മാറാട് കലാപം ഇനിയും ഓർമ്മിപ്പിക്കുമെന്നുകൂടി എം.വി. ഗോവിന്ദൻ പ്രതികരിക്കുകയുണ്ടായി. കേൾക്കാം. മാറാട് കലാപം കഴിഞ്ഞിട്ട് 24 വർഷമായി. ഈ തെരഞ്ഞെടുപ്പിൽ മാറാട് കലാപത്തിന് സാധാരണ നിലയിൽ ഒരു പ്രസക്തിയില്ല. പക്ഷേ മാറാട് കലാപം ഉണ്ടാകും UDF വന്നാലെന്ന് പറയാണ്. ആദ്യം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, പിന്നെ AK ബാലൻ പറഞ്ഞു. മാറാട് കലാപം എന്ന് പറയുന്നത് ഓർമ്മിക്കേണ്ട ഒരു പ്രശ്നമാണ്. അത് ഇപ്പൊ ഓർമ്മിപ്പിക്കുന്നതിന്റെ രാഷ്ട്രീയമാണ് ഞാൻ ചോദിക്കുന്നത്. മാറാട് കലാപം എന്ന് പറയുന്ന പ്രശ്നം പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ല, ഇപ്പൊ എന്തിനാണ് പറയുന്നത്? ഇടതുപക്ഷത്തിന് എന്താ പ്രശ്നം? ഇപ്പോ മാറാട് 2001 നടന്നല്ലോ. മാറാട് കലാപം നടത്തുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് ആര് ഭരിക്കുന്നു? UDFന്റേതാണ്. ആ കലാപത്തിന്റെ മുഖ്യ ആസൂത്രകരായിട്ട് നിന്നുകൊണ്ടിരുന്നത് ആരൊക്കെയായിരുന്നു? എല്ലാം വളരെ പകൽ വെളിച്ചം പോലെ വ്യക്തമാണല്ലോ. ഭരണകക്ഷിയായിട്ട് നിൽക്കുന്ന വിഭാഗങ്ങൾ കൂടി ചേർന്നുകൊണ്ടാണ് ആ കലാപം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിശക്തിയായ രീതിയിലുള്ള കലാപമാണ്, വർഗീയ ധ്രുവീകരണമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു കാര്യം ഇപ്പോൾ ഓർമ്മിച്ചു പോയാൽ അതാണ് വലിയ വാതകം എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ആരെയാണ് സംരക്ഷിക്കുന്നത്? അഭിലാഷ് മോഹനുണ്ട്. അഭിലാഷ്, ഇപ്പോൾ അല്പം മിനിറ്റുകൾക്ക് മുമ്പാണ് AK ബാലൻ അതിശക്തമായി തന്റെ നിലപാട് ആവർത്തിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ആദ്യം അവരുടെ നിലപാട് എന്ത്, ഇവിടുത്തെ ഭരണഘടന അംഗീകരിക്കുന്നുണ്ടോ എന്നതടക്കം ഇവിടുത്തെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തൂ, എന്നിട്ട് നിങ്ങൾ എനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കൂ, 1 കോടി രൂപ കൊടുക്കാൻ മനസ്സില്ല, കോടതിയും കേസും ഒന്നും എനിക്ക് പുത്തരിയില്ല എന്ന് AK ബാലൻ പറഞ്ഞിട്ട് മിനിറ്റുകളെ ആയിട്ടുള്ളൂ. എം.വി. ഗോവിന്ദൻ നമുക്ക് നേരത്തെ നൽകിയ പ്രതികരണത്തിൽ അദ്ദേഹം അഭിലാഷാണ് ഇങ്ങനൊരു സാങ്കല്പിക ചോദ്യം ചോദിക്കുന്നത് എന്ന നിലയിൽ വരുത്താനുള്ളൊരു ശ്രമമാണ്. AK ബാലൻ ഇങ്ങനെ പറഞ്ഞോ എന്ന് പോലും അദ്ദേഹം, അല്ലെങ്കിൽ ആ പറഞ്ഞ തെറ്റായി എന്ന് പോലും പറയാതെ നിൽക്കുകയാണ്. അതേസമയമാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. AK ബാലൻ്റെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം നമ്മൾ കണ്ടതാണ് അതിനോട് യോജിച്ചു നിൽക്കുന്ന പ്രതികരണം. ഇത് എന്താണ് CPM-ന്റെ യഥാർത്ഥ സ്റ്റാൻഡ്? മുഖ്യമന്ത്രി ഒന്ന്, പാർട്ടി സെക്രട്ടറി മറ്റൊന്ന്, എവിടെയാണ് ഇവർ നിൽക്കുന്നത്? അതിൽ ദിവിഷ് കാണേണ്ടത് മാറാട് വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശനും AK ബാലനും മാത്രമല്ല പരാമർശം നടത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതുമായി ബന്ധപ്പെട്ട സുദീർഘമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം മാറാട്ട് 2002 പോയതടക്കം 2003 പോയതടക്കം. അപ്പോൾ മാറാട് വിഷയം ഉന്നയിക്കുന്നതിൽ യാതൊരു അഭാവവുമില്ല. മാറാട് വിഷയം ഞങ്ങൾ ഇനിയും ഉന്നയിക്കും. മാറാട് വിഷയം ഉന്നയിച്ചാൽ എന്താണ് കുഴപ്പം? ഇതാണ് CPIM-ന്റെ നിലപാട്. CPM-ന്റെ നിലപാടാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. അപ്പോൾ മാറാട് വിഷയം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ടും അല്ലാതെയും ഒക്കെ ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് CPM പറയുന്നു. ഒന്നാമത്തെ ഭാഗത്ത്. രണ്ടാമത്തേത്, ഈ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും. ഇത് AK ബാലൻ കഴിഞ്ഞ ദിവസം പാലക്കാട് നടത്തിയിട്ടുള്ളൊരു പരാമർശമാണ്. ഈ പരാമർശത്തെ, അതായത് ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും എന്ന പരാമർശത്തെ എൻഡോഴ്സ് ചെയ്യാൻ CPM തയ്യാറാവുന്നില്ല. CPM പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ തയ്യാറാവുന്നില്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ഞാൻ ചോദിച്ചു. എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിയുക എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരം അതൊരു സാങ്കല്പികമായ ചോദ്യമാണ്. അങ്ങനെ ഒരു സംഭവം സാങ്കല്പികമാണ്. അങ്ങനെ ഇല്ലാത്ത, അതായത് സാങ്കല്പികമായ ഒരു കാര്യത്തിന് ഞാൻ ഉത്തരം പറയുന്നില്ല. അപ്പോൾ AK ബാലൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാനല്ല ഈ സങ്കല്പം നടത്തിയത്, AK ബാലനാണെന്ന് പറഞ്ഞപ്പോൾ അത് ആര് പറഞ്ഞാലും അങ്ങനെ ഒരു സാങ്കല്പികമായ കാര്യത്തോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് പറയുന്നത്. അതായത് മാറാട് വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മാറാട് ഉന്നയിച്ചതാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ. അതുകൊണ്ട് തന്നെ മാറാട് വിഷയം ഉന്നയിക്കാവുന്നതാണ്. മാറാട് വിഷയത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലും സമാനമായിട്ടുള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ഞങ്ങൾ ആ വിഷയം ഉന്നയിക്കുമെന്നാണ് CPM-ന്റെ നിലപാട്. അതേസമയം ജമാഅത്തെ ഇസ്ലാമി കേരളത്തിന്റെ ആഭ്യന്തരം ഭരിക്കും എന്ന ആ കൃത്യമായ വാചകത്തോട്, ആ വാചകത്തെ എൻഡോഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ആ വാചകത്തെ പിന്തുണയ്ക്കാൻ പാർട്ടി സെക്രട്ടറി തയ്യാറാകുന്നുമില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് AK ബാലന് പാർട്ടി അപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. ഇന്നും അദ്ദേഹം ആ വിഷയം തന്നെയാണ്, ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്. താൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്, വർഗീയ കക്ഷികളുടെ പിൻബലത്തോടുകൂടി ഒരു മുന്നണി അധികാരത്തിൽ വന്നാൽ അത് അവരെ നയിക്കുന്ന ഒരു നിലയിലേക്ക് വരും. അത് തന്നെയാണ് താൻ സൂചിപ്പിച്ചതെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ മാറാട് വിഷയം സജീവമായി നിൽക്കുമ്പോൾ വീണ്ടും അതിനോട് ചേർന്ന് ജമാഅത്തെയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വരാനുള്ള സാധ്യത. ഇപ്പോൾ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ തന്നെ AK ബാലന്റെ വാക്കുകൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് പാർട്ടിയിൽ വിമർശനം ഉണ്ടായതാണ്. അപ്പോൾ നേതാക്കൾ തമ്മിലുള്ള ഒരു ആശയവിനിമയം ഇക്കാര്യത്തിൽ നടക്കുന്നില്ലേ? എന്ത് പറയണം, എന്ത് പറയേണ്ടതെന്ന് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ദിവിഷ്, ഇപ്പോൾ യഥാർത്ഥത്തിൽ ഔദ്യോഗിക ചുമതലകൾ, പാർട്ടിക്ക് വേണ്ടി പ്രതികരിക്കാനുള്ള ഔദ്യോഗിക ചുമതല ഇല്ലാത്ത ആളാണ് AK ബാലൻ. കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പ്രായം കഴിഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് വിടവാങ്ങിയിരുന്നു. ഇപ്പോൾ മുതിർന്ന CPM നേതാവ് എന്നുള്ളതാണ് AK ബാലന്റെ സ്റ്റാറ്റസ്. അപ്പോൾ പാർട്ടിയുടെ നിലപാട് AK ബാലനെ പോലെയുള്ള ആളുകളല്ല പറയേണ്ടത് എന്നൊരു വികാരം പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിലുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ദിവിഷ് സൂചിപ്പിച്ച പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഈ വിഷയം വന്നപ്പോൾ AK ബാലൻ നടത്തുന്ന പരാമർശങ്ങൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു, പ്രതിരോധത്തിലാക്കുന്നു എന്ന വികാരം ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അത് ഉയർന്ന ഘടകങ്ങളിലേക്ക് അങ്ങനെ ഒരു ചർച്ചയായി എത്തിയിട്ടില്ല. പക്ഷേ AK ബാലൻ പറഞ്ഞത് പൂർണ്ണമായും എൻഡോഴ്സ് ചെയ്യാൻ പിന്നീട് ഈ വിഷയത്തിൽ പ്രതികരിച്ച മുഹമ്മദ് റിയാസോ അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനോ തയ്യാറായിരുന്നില്ല. കാരണം അങ്ങനെ ഒരു നറേറ്റീവ് വന്നു കഴിഞ്ഞാൽ, അതായത് ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമെന്നൊക്കെയുള്ളത്
അതൊരു കടത്തിയുള്ള പരാമർശമാണല്ലോ. സ്വാഭാവികമായിട്ടും അതൊരു ന്യൂനപക്ഷ വിരുദ്ധമെന്ന പ്രതിച്ഛായ ഉണ്ടാക്കുമെന്ന തോന്നൽ CPM-നുണ്ട്. അതുകൊണ്ട് ആ കാര്യം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം AK ബാലൻ ഇന്ന് മറുപടി പറയുന്നത് അദ്ദേഹത്തിന് ജമാഅത്തെ ഇസ്ലാമി ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആ വക്കീൽ നോട്ടീസിലുള്ള മറുപടി എന്ന നിലയിലാണ് ഇന്ന് AK ബാലന്റെ വാർത്താ സമ്മേളനം ഉണ്ടായത്. ഞാൻ ന്യൂനപക്ഷ വിരുദ്ധനല്ല എന്ന് സ്ഥാപിക്കുകയായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ AK ബാലന്റെ മുഖ്യ ലക്ഷ്യം. അതുകൊണ്ടാണ് അദ്ദേഹം ഖുർആൻ ഉയർത്തുകയും ഖുർആൻ ഞാൻ ജയിലിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ഖുർആൻ വായിക്കുമെന്ന് പറയുകയൊക്കെ ചെയ്തത്. ഞാൻ ന്യൂനപക്ഷ വിരുദ്ധനല്ല, അങ്ങനെ ഒരു പരാമർശം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന മട്ടിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വക്കീൽ നോട്ടീസിനോടുള്ള പ്രതികരണം എന്നുള്ള നിലയിലാണ് AK ബാലൻ വാർത്താ സമ്മേളനം നടത്തിയത്. എന്തായാലും ഈ ന്യൂനപക്ഷ വിഷയത്തിൽ എന്ത് നിലപാട് എന്ന കാര്യത്തിൽ ഇപ്പോഴും CPM-നെ സംബന്ധിച്ച് ചില്ലറ ആശയക്കുഴപ്പങ്ങളുണ്ട്. നേതാക്കൾ പല തരത്തിൽ അഭിപ്രായം പറയുന്നത് പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന ഒരു തിരിച്ചറിവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആലോചനയോ പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളിൽ ഉണ്ട് തന്നെ. എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് MV ഗോവിന്ദൻ മാസ്റ്റർ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ഞാൻ ഈ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിന്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യും എന്ന പരാമർശത്തിന് അനുഗുണമായി പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊരു സാങ്കല്പിക വിഷയം മാത്രമാണ്. അങ്ങനെ ഒരു സാങ്കല്പിക വിഷയം ഉന്നയിച്ചാൽ ഞാൻ അതിന് സാങ്കല്പികമായ ഒരു മറുപടി പറയേണ്ടി വരും. അങ്ങനെ ഒരു മറുപടി പറയാൻ ഞാനില്ല. അത് AK ബാലനല്ല, ആര് തന്നെ അങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചാലും ആ വിഷയത്തോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറയുമ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമെന്ന നറേറ്റീവിനോട് MV ഗോവിന്ദൻ മാസ്റ്റർ വിയോജിക്കുകയാണ് കൃത്യമായി. അതേസമയം തന്നെ മാറാട് വിഷയം അത് ആദ്യമായി ഉന്നയിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ്. കലാപം ഉണ്ടാവും UDF വന്നാൽ. LDF-ന്റെ കാലത്ത് കഴിഞ്ഞ 10 കൊല്ലം കലാപം ഉണ്ടായിട്ടില്ല. UDF അധികാരത്തിൽ വന്നാൽ വീണ്ടും വർഗീയ കലാപങ്ങൾ ഉണ്ടാകും എന്ന ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വർത്തമാനം ഉണ്ടാകും വരുന്ന നാളുകളിൽ, അല്ലെങ്കിൽ അത് തുടരാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.